ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ SCERT ക്ലാസ്സാണിത്. അതായത് ഇന്ത്യൻ ഹിസ്റ്ററി ടോപ്പിക് SCERT 5 മുതൽ 10 വരെയുള്ള ടോപ്പിക്കിൽ നിന്നെടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 +1 +2 നമുക്ക് പിന്നെ നോക്കാം. 10 വരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ MCQ സെക്ഷനും ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതെല്ലാവരും ചെയ്ത് നോക്കുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മെഗാ റിവിഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഇരുമ്പുരുക്ക് വ്യവസായശാല, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് ഭൂപരിഷ്കരണം അഥവാ ലാൻഡ് റിഫോംസായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വന്നത് എന്നാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നടപടിയായിരുന്നു ഭൂപരിഷ്കരണം അഥവാ ലാൻഡ് റിഫോംസ്. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത് അല്ലേ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി JC കുമരപ്പ, ആരാണ് JC കുമരപ്പ അല്ലേ, JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിച്ചു. കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ രൂപീകരിച്ചു. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂ ഉടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം നടപ്പിലാക്കി. ഇത് ഒരു പരിധിവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്തു വയ്ക്കുക, JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഏതാണ് കാർഷിക പരിഷ്കരണ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഇനി എന്താണ് ഭൂദാൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്? നിയമനിർമ്മാണ സഭയിലൂടെ അല്ലാതെ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായി വിനോബാ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം. വിനോബാ ഭാവെയും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി വൻകിട ഭൂ ഉടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയിൽ 1/6 എന്താണ് ഭൂദാനമായി നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടുകൂടി ഈ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയൊക്കെ കുറയുകയാണ് കേട്ടോ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഭൂപരിഷ്കരണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഭക്ഷ്യോൽപാദനമായി റിലേറ്റ് ചെയ്ത് പല വിപ്ലവങ്ങളും പല മാറ്റങ്ങളും ഉണ്ടായി അല്ലേ. MS സ്വാമിനാഥൻ, നമ്മുടെ വർഗീസ് കുര്യൻ, അങ്ങനെ പല ആൾക്കാരുടെയും പേരുകൾ നമുക്കിതിലൂടെ പഠിക്കാനുണ്ട്. എന്താണ് ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതികളാണ് ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് ഇത്രത്തോളം മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാലാണ് അവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത്. രാഷ്ട്ര നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുവാൻ ഇന്ത്യയെ സഹായിച്ചത്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്ത് സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിയാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ചത് അല്ലേ. എന്തൊക്കെയായിരുന്നു പ്രത്യേകത? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയെ കൈവരിച്ച മാറ്റങ്ങളാണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെ ചോദിച്ചിട്ടുണ്ടല്ലേ. ഇനി 1960 മുതൽ 70 വരെയും 70 മുതൽ 80 വരെയുമായി 2 ഘട്ടങ്ങളിലാണ് ഹരിത വിപ്ലവം നടന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. ആരാണ്? MS സ്വാമിനാഥൻ. ഇനി ഹരിത വിപ്ലവത്തെ തുടർന്ന് പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും വർധനവ് ലക്ഷ്യമിട്ട് നടപ്പാക്കിയതാണ് ധവള വിപ്ലവം, അറിയപ്പെടുന്ന വൈറ്റ് റവല്യൂഷൻ. മത്സ്യ ഉൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി നീല വിപ്ലവം അഥവാ ബ്ലൂ റവല്യൂഷൻ ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കി. ഇതിലൂടെ രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉറപ്പിക്കാനും സാധിച്ചു. ഇനി ധവള വിപ്ലവം എന്ന് പറയുന്ന നമുക്കറിയാം അല്ലേ, മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ
ഡിസ്ട്രിക്ട് കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ക്ഷീരോത്പാദക സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ക്രമേണ ഇത് അമൂൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന പ്രശസ്തമായ ക്ഷീരോത്പാദന സംഘമായി മാറുകയും ചെയ്തു. അപ്പോൾ ആദ്യം എന്തായിരുന്നു പേര്? ആ സംഘത്തിൻ്റെ പേരെന്തായിരുന്നു? ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഡിസ്ട്രിക്ട് കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഭക്ഷ്യോൽപാദനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഓരോരോ വിപ്ലവത്തിലൂടെയും ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏതാണ്? ബാങ്കുകളുടെ ദേശസാൽക്കരണം. സ്വതന്ത്ര ഇന്ത്യയിൽ ബാങ്കുകൾ വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥതയിലായിരുന്നു. ബാങ്കുകൾ സമ്പന്നർക്ക് മുൻഗണന നൽകിയതിനാൽ കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റ് ബാങ്ക് സേവനങ്ങളും ലഭിക്കാതെ വന്നു. തുടർന്ന് 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. ഇത് ബാങ്ക് ദേശസാൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. പിൽക്കാലത്ത് 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുത്തു. എന്നാൽ 1990കളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. തുടർന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം LPG എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖലയിലെ പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ ബാങ്ക് നാഷണലൈസേഷൻ, അതോടൊപ്പം തന്നെ മെർജിങ് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. SCERT-യിലുള്ളത് പോരാ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കണം. ഇനി നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് വരുവാണ്. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് നമ്മൾ നേരത്തെ കണ്ടാരാണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ്റിൻ്റെ പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് കമ്മീഷൻ? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. ഓരോന്നിൻ്റെ ഊന്നലായിട്ടുള്ള മേഖല നോക്കണം. ഇതേതാണ്? സർവകലാശാല വിദ്യാഭ്യാസമാണ് കേട്ടോ, സർവകലാശാല. ഇനി ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, അത് 52-ലാണ്. സെക്കൻഡറി വിദ്യാഭ്യാസം, സെക്കൻഡറി. ഇനി ഡോക്ടർ DS കോതാരി കമ്മീഷൻ 1964 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ ഘടനയ്ക്ക് ഊന്നൽ നൽകി. ദേശീയ വിദ്യാഭ്യാസ നയം വന്നത് 1986. അവിടെ പ്രാഥമിക വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും. പിന്നെ ദേശീയ വിദ്യാഭ്യാസം വരുന്നതെന്നാണ് നയം വരുന്നത് 2020-ലാണ്. അവിടെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെയാണ് ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഈ വർഷങ്ങളും ഊന്നൽ മേഖലയും കറക്റ്റായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ശാസ്ത്ര സാങ്കേതിക പുരോഗതി, അവിടെയുള്ള ഗവേഷണങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് ജവഹർലാൽ നെഹ്റു തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് വേണ്ടി അദ്ദേഹം പ്രോത്സാഹനവും നൽകി. അതോടൊപ്പം ശാസ്ത്ര മനോഭാവത്തിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടി തൻ്റെ ദൗത്യമായി അദ്ദേഹം കരുതി. അതിനായി ഹോമി ജെ ഭാഭ, മേഘ്നാഥ് സാഹ തുടങ്ങിയ ശാസ്ത്ര ഉപദേഷ്ടാക്കളുടെ സേവനം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ അറിവിൻ്റെ വിപ്ലവം സൃഷ്ടിക്കാനുതകുന്ന തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അടിത്തറയിട്ടു. ഏതൊക്കെയാണത്? IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ദെൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ദെൻ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നിവയായിരുന്നു അത്. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ബുദ്ധൻ ചിരിക്കുന്നു. അതേതാണ് ബുദ്ധൻ? സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററാണ് ഇന്ത്യയിൽ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് അല്ലേ? പൊക്രാനിലാണ് നടത്തിയത് എന്നാണ് 74 മെയ് 18. ഈ പരീക്ഷണമാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ വർഷത്തെ ബുദ്ധ പൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തി. അതുകൊണ്ടാണ് ഇതിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് ലഭിച്ചത്.
ഇനി 1998 പൊക്രാനിൽ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി. ഇനി ബഹിരാകാശ ഗവേഷണത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ, അല്ലേ? രാഷ്ട്രവികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം എന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനം. ഹോമി ജെ ബാബ, വിക്രം സാരാഭായ് എന്നിവർ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകിയ പ്രധാന ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ്. ബഹിരാകാശ പര്യവേഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇത് ISRO, അല്ലേ? ISRO 1969 ബംഗളൂരു കേന്ദ്രമായി സ്ഥാപിച്ചതാണ് ISRO. ദെൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ, ദെൻ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റു പ്രധാന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളിൽ ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച കുറച്ച് നേട്ടങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണം. ദെൻ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നീ ചാന്ദ്ര പര്യവേഷണ ദൗത്യം. 2013 മംഗൾയാൻ. ദെൻ സൗരഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥാ പഠനം എന്നിവ ലക്ഷ്യമാക്കിയിട്ട് ആദിത്യ L1 വിക്ഷേപണ ദൗത്യമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. പിന്നെ ഗഗൻയാൻ, അല്ലേ? ഗഗൻയാൻ ദൗത്യമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി എന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേഷണം വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സ്മരണയ്ക്ക് ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിച്ച് വരുന്നു. ഇനി ആരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? അതെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വിദേശ നയവും പിന്നെ ചേരിചേരാ നയം കാര്യങ്ങളൊക്കെയാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയായ ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് രൂപം നൽകിയത്. ഇന്ത്യയുടെ വിദേശ നയത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എന്നറിയാമോ? എന്തൊക്കെയായിരുന്നു? സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ പഞ്ചശീല തത്വങ്ങൾ നമുക്കറിയാം, അല്ലേ? എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ, അല്ലേ? 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, ദെൻ പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 ആഗോള ശക്തികളായി മാറി. ഇവർ തമ്മിൽ ആരംഭിച്ചത് ശീതയുദ്ധം അഥവാ കോൾഡ് വാർ, അല്ലേ? കോൾഡ് വാർ
ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയായി. ഇരു ശാക്തിക ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരി ചേരാ പ്രസ്ഥാനം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും താൽപ്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് രാജ്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതാണ് ചേരി ചേരാ നയം കേട്ടോ. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചറുണ്ട്. 1983 ന്യൂഡൽഹിയിൽ ചേർന്ന ഏഴാമത് ചേരി ചേരാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ത്യ ആയിട്ട് റിലേറ്റ് ചെയ്ത്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുവാണ്. കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത്? നമുക്കറിയാം, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാഷ്ട്രീയ ഭൂവിഭാഗങ്ങളായി വേറിട്ട് കിടന്നിരുന്ന പ്രദേശങ്ങളെയും ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കും കൂടി ഉൾപ്പെട്ടതാണ് 1956 നവംബർ 1 കേരള സംസ്ഥാനമായി മാറിയത് അല്ലേ. കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1957 നടന്നത്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്തു. അപ്പം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ദക്ഷിണ കർണാടകയുടെ കാസർഗോഡ് താലൂക്ക് എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ ഭൂപരിഷ്കരണം കേരളത്തിൽ, അതായത് കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി റിലേറ്റ് ചെയ്ത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കൃതിയിൽ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നേരത്തെ ഭൂപരിഷ്കരണം പഠിച്ചല്ലേ, ഇനി കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. 1957 നിലവിൽ വന്ന കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചു. തുടർന്ന് 1970 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയെ സ്ഥിരാവകാശം ലഭിക്കുകയാണ് ഉണ്ടായത്. ഇനി കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണയിക്കപ്പെട്ടു. ജന്മിത്ത സമ്പ്രദായം നിർത്തലാക്കി. കൃഷിഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ചു. കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണവും അസമത്വവും ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയുകയും ചെയ്തു. ഇനി ഭൂപരിധിയെപ്പറ്റി പറയുന്ന വകുപ്പ് ഏതാണ്? കേരള ഭൂപരിഷ്കരണ നിയമം 82 വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂപരിധി 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ്. എന്നാൽ കുടുംബത്തിൽ 5 അംഗങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ 20 ഏക്കർ വരെ കൈവശം വയ്ക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് 82 വകുപ്പ് പ്രകാരം. ഓക്കെ, ഇനി നമ്മൾ വിദ്യാഭ്യാസം, ആരോഗ്യം അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ പറ്റി പഠിക്കാനുണ്ട്. ഒരു കോളമുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. 1829 തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ, ആരാണ് സ്വാതി തിരുനാൾ, തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല. ഇനി 1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വച്ച് രൂപപ്പെട്ട കൂട്ടായ്മയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ 1829 സ്വാതി തിരുനാളും 1945 PN പണിക്കരും, അത് രണ്ടും ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വഴിയൊരുക്കിയ കുറച്ച് ഘടകങ്ങൾ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. എന്തൊക്കെയായിരുന്നത്? ഭൂപരിഷ്കരണ നിയമങ്ങൾ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിമാരുടെ ഇടപെടൽ, അച്ചടിയുടെ വ്യാപനം, അധികാര വികേന്ദ്രീകരണം, സാക്ഷരതാ പ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, 1958 കേരള വിദ്യാഭ്യാസ നിയമം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതോടെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടത്. ഭൂപരിഷ്കരണ നിയമങ്ങൾ 1958 കേരള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസ സൗജന്യവും സാർവത്രികവുമാക്കുവാൻ കേരളത്തിന് കഴിഞ്ഞു.
ജനകീയ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഫലമായി 1991 അല്ലേ 91 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി. ഇനി 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. ഇതോടെ ജനപങ്കാളിത്തത്തോടു കൂടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിക്കാനും തുടങ്ങിയത്. ഇനി ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിച്ചു. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവായ ലക്ഷ്യം. ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിനോടൊപ്പം ഗവേഷണവും നൂതനമായ കണ്ടെത്തലുകളും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ITI അല്ലേ തുടങ്ങിയതൊക്കെ. കേരള വിദ്യാഭ്യാസ ബില്ല് 1958 കേട്ടോ അത് നിയമമായി മാറിയത്. അതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ കേരള പഞ്ചായത്തി രാജ് നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ 73-74 ഭേദഗതിയിലാണ് നിലവിൽ വന്നത്. ഇനി ആരോഗ്യ മേഖലയെ പറ്റി പറയുവാണെങ്കിലോ നമ്മുടെ കേരളത്തിൽ കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്നൊക്കെയുള്ളത് നമുക്ക് പറയാം അല്ലേ. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവ വികസന സൂചികയിൽ ആഗോള നിലവാരത്തിലെത്തുവാൻ കേരളത്തിന് സാധിച്ചത്. 1965 നടപ്പിലാക്കിയ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയായി. കൂടാതെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണത്തിന് വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയും സാക്ഷരതയിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരോഗ്യരംഗത്ത് ഇപ്പോൾ പല പദ്ധതികളുണ്ട് അല്ലേ. വിവാഹ പദ്ധതി, അമൃതം ആരോഗ്യ പദ്ധതി, ശ്രുതി തരംഗം പദ്ധതി, താലോലം പദ്ധതി, ആരോഗ്യകിരണം പദ്ധതി അല്ലേ, അതൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് വിദ്യാഭ്യാസം, ആരോഗ്യത്തിലൊക്കെ കേരളത്തിന് നേട്ടമാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. കേരളത്തിൻ്റെ കാര്യങ്ങൾ അവസാനം പറയുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഊന്നൽ നൽകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഈ ചാപ്റ്ററോട് കൂടി 10ാം ക്ലാസ് വരെയുള്ള SCERTയിലെ 5 മുതൽ 10 വരെയുള്ള SCERTയിലെ ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സാം എല്ലാവരും നാളെ എഴുതുക. എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. താങ്ക്